ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സർവമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം ദശകം 54 കാളിയമർദ്ദനമാണ് വായിച്ചുകൊണ്ടിരുന്നത്. 6 ശ്ലോകം വരെ നമ്മൾ വായിച്ചു. അതായത് കാളന്തി നദിയിൽ കാളിയൻ, ആരെയും ഭയക്കാതെ കാളിയൻ അവിടെ വസിക്കുന്നു. ഗരുഡനെയാണ് ഭയം. ഗരുഡൻ അവിടെ വരാതിരിക്കാൻ സുരഭി മഹർഷി ശാപം കൊടുത്തതുകൊണ്ട് ഗരുഡൻ അവിടെ ശത്രു വരത്തില്ല. അതുകൊണ്ട് അവിടെ കാളിയൻ നന്നായി അവിടെ ജീവിച്ചു പോകുന്നു. പക്ഷേ അടുത്തുള്ള പക്ഷികൾക്കൊക്കെ അതിലേക്കൂടെ പോകാൻ കഴിയുന്നില്ല, അതിലെ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? ആ കാളിയൻ്റെ വിഷം അതിലൊക്കെ ശ്വസിക്കുന്നവർക്കൊക്കെ, ആ വെള്ളം കുടിക്കുന്നവർക്കൊക്കെ അപകടം ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് വന്നു? ഗോപന്മാരും പശുക്കുട്ടികളും എല്ലാം ദാഹിച്ച് വലഞ്ഞ് ക്ഷീണിച്ച് കാളിന്തിയിലെ വെള്ളം ക്ഷീണം തീരെ ദാഹം ശമിപ്പിച്ച് കുടിച്ചു. പക്ഷേ ജീവസ് അറ്റ് വീണുപോയി. ഈ കുടിച്ച കുട്ടികളും പിന്നെ പശുക്കളുമൊക്കെ അങ്ങനെ ആയി. അപ്പോൾ ഭഗവാൻ ഇത് കണ്ടു. അച്യുതൻ നിന്ദ്രവടി അവരെ എല്ലാം എന്ത് ചെയ്തു? ഭഗവാൻ ജീവനില്ലാതെ നിലത്ത് വീഴുന്ന കണ്ട് ഭഗവാൻ ഇത് കണ്ടു. കുട്ടികളെന്താ ഇങ്ങനെ വീഴുന്നത് എന്ന് ഭഗവാന്റെ കരുണ എപ്പോഴും സർവഭക്തരോടും ഭഗവാൻ എപ്പോഴും വീക്ഷിക്കുമല്ലോ. അതാണ് പരമാത്മാവായ ഭഗവാന്റെ ഒരു പ്രത്യേകത. ഭക്തന്മാരെവിടെ ഉണ്ടെങ്കിലും സ്വന്തം അമ്മ എങ്ങനെയാ കുട്ടികളെ, ഈ എണീച്ച് നടന്നു തുടങ്ങുന്ന കുട്ടികളെ അത്രമാത്രം സൂക്ഷിക്കുന്നത്, കുഞ്ഞുങ്ങളെ, അതുപോലെ ഭഗവാൻ 90-ാം വയസ്സത്തും ഭക്തനാണെങ്കിൽ ഭഗവാന്റെ ആ ശ്രദ്ധ, ആ വീക്ഷണം ഭക്തരിലേക്കാണ്. ആ കുഞ്ഞുങ്ങൾ എങ്ങനെയാ ഭഗവാൻ എവിടെല്ലാം ഭഗവാൻ അവിടെ കുട്ടിയാണെങ്കിലും ആ ഉള്ളിൽ മൊത്തവും പരമാത്മാവല്ലേ നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെന്താ ഇങ്ങനെ വീഴുന്നതെന്ന് ഭഗവാൻ ശ്രദ്ധിച്ചു. അങ്ങനെ കാരുണ്യത്തോടെ അവരുടെ സമീപം ചെന്ന് അമൃത് തളിക്കുന്നത് പോലെയുള്ള കടാക്ഷ ഭീഷണത്താൽ അവരെ ജീവിപ്പിച്ചു. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. അപ്പോൾ ഭഗവാൻ അത്രമാത്രം ആ കുഞ്ഞുങ്ങളോടും പശുക്കളോടും അത്രമാത്രം സ്നേഹവും ഭക്തി എല്ലാം കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ആ കടാക്ഷ വീക്ഷണം, ഭഗവാന്റെ കണ്ണിൽ നിന്ന് കടാക്ഷം ചൊരിഞ്ഞു. അങ്ങനെ ആ വീണ് കിടന്ന് മരിച്ചുപോയി കിടന്ന കുഞ്ഞുങ്ങളെല്ലാം ജീവിച്ച് എഴുന്നേറ്റു. നമുക്ക് അടുത്ത 7-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 7. കിം കിം ജാതോ ഹർഷവർഷാതിരേക സർവാംഗേഷു വിത്യുത്ഥിതാ ഗോപസംഗ ദൃഷ്ട്വാ അഗ്രേ ത്വാം ത്വൽകൃതം തത് വിദന്ത ത്വാം ആലിംഗ്യൻ ദൃഷ്ടനാനാ പ്രഭാവ. കിം കിം ജാതോ ഹർഷവർഷാതിരേക സർവാംഗേഷു വിത്യുത്ഥിതാ ഗോപസംഗ ദൃഷ്ടാഗ്രേ ത്വാം ത്വൽകൃതം തത് വിദന്ത ത്വാം ആലിംഗ്യൻ ദൃഷ്ടനാനാ പ്രഭാവ. സർവാംഗേഷു വിത്യുത്ഥിത. കിം കിം ജാതോ ഹർഷവർഷാതിരേക സർവാംഗേഷു വിത്യുത്ഥിത ഗോപസംഗ ദൃഷ്ട്വാഗ്രേ ത്വാം ത്വൽകൃതം തത് വിദന്ത ത്വാം ആലിംഗ്യൻ ദൃഷ്ടനാനാ പ്രഭാവ. ഇവിടെ കടാക്ഷ ഭീഷണത്താൽ അവരെ ജീവിപ്പിച്ചപ്പോൾ ഗോപന്മാരെല്ലാം മേലാകെ, അതാ ശരീരമാകെ കുളിർപ്പിക്കുന്ന ഈ പരമാനന്ദം എന്താണെന്ന് ഇങ്ങനെ വിചാരിച്ച് എഴുന്നേറ്റു. എന്താ ദേഹത്തിലൊരു അനുഭൂതി, ഒരു കുളിർമ, നമ്മൾ ഈ ഐസ് വെള്ളം ദേഹത്തൊഴിക്കുന്നത് പോലെ. അതെന്താ? ആ ഭഗവാന്റെ ആ കൃപാകടാക്ഷം ആ ഭീഷണത്തിൽ കൂടെ ആ കുട്ടികളിലേക്ക് ചെന്ന് ഭഗവാന്റെ ആ ഒരു എന്താ പറയുക അനുഭൂതി അങ്ങനെ അവരുടെ ഉള്ളിൽ, അവരുടെ ദേഹം ആസകലം പരമാനന്ദമായി. അതെന്താണെന്നൊന്നും അവരറിയുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അവർ ഉണർന്നെഴുന്നേക്കുന്ന പോലെ എഴുന്നേക്കുമല്ലോ. അപ്പം മേലാകെ, അതാ ദേഹമാകെ കുളിർപ്പിക്കുന്ന ഒരു പരമാനന്ദം എന്താണെന്ന് അവരിങ്ങനെ വിചാരിച്ച് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണ അവിടെ അവരുടെ മുമ്പിൽ, കൃഷ്ണ അങ്ങയെ മുന്നിൽ നിൽക്കുന്നത് കണ്ട് അങ്ങ് മുൻപ് ചെയ്തിട്ടുള്ളത് പോലുള്ള ഒരു ലീല തന്നെ ഇതുമെന്ന് വിചാരിച്ച് ഓടി വന്ന് ഭഗവാനെ കെട്ടിപ്പിടിച്ചു. എന്തോ സംഭവിച്ചതൊന്നും അവരറിയുന്നില്ല. അവർ പെട്ടെന്നങ്ങ് വീഴുകയാണ് ചെയ്തത്. അതുപോലെ ആനന്ദ നിർവൃതിയിൽ അവർ മേലാകെ കുളിർമയോടുകൂടി അവർ എഴുന്നേറ്റ്. അപ്പോൾ നോക്കും, കണ്ണൻ അടുത്ത് നിൽക്കുന്നു, കൃഷ്ണൻ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നു. അപ്പോൾ കൃഷ്ണ എന്നും പറഞ്ഞ് അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നത്, ഭഗവാൻ അവരുടെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവരുടെ ഈ ആനന്ദവും, കാരണം ദേഹമാസകല ഒരു ആനന്ദ നിർവൃതി അടഞ്ഞു. അപ്പോൾ ചെന്ന് ഭഗവാൻ ഇങ്ങനെ ചെന്ന്
കെട്ടിപ്പിടിച്ച് എന്താ ഇത് ഭഗവാൻ മുമ്പ് എന്തെല്ലാം അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ട്, അതുപോലെ എന്തോ ഒരു സംഭവമാണെന്ന് ഇവർ കരുതിക്കൊണ്ട് ഭഗവാനടുക്ക് ഓടിച്ചെന്ന് ഭഗവാൻ എല്ലാവരോടും അങ്ങ് കെട്ടിപ്പുണർന്നു. 8ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 8. ഗാവൻ ചൈവം ലബ്ധജീവാക്ഷണേന സ്പീതാനന്ദാ ത്വാം ച ദൃഷ്ട്വാ പുരസ്താൽ ദ്രാഗ് ആവവൃ സർവദോ ഹർഷബാഷ്പം വ്യാമുഞ്ചന്ത്യോ മന്ദ ഉദ്യൻ നിനാദ. ഗാവൻ ചൈവം ലബ്ധജീവാക്ഷണേന സ്പീതാനന്ദാ ത്വാം ച ദൃഷ്ട്വാ പുരസ്താൽ ദ്രാഗ് ആവവൃ സർവദോ ഹർഷബാഷ്പം വ്യാമുഞ്ചന്ത്യോ മന്ദ ഉദ്യൻ നിനാദ. ഇവിടെ ഭഗവാന്റെ അമൃത വീക്ഷണത്താൽ ഗോപന്മാർ എഴുന്നേറ്റതുപോലെ തന്നെ ഗോക്കളും ജീവിച്ചെഴുന്നേറ്റു. അത്യാഹ്ലാദത്തോടെ ഈ കുട്ടികൾക്ക് അറിയുന്നത് പോലെ തന്നെ ഈ പശുക്കൾക്കൊക്കെ എല്ലാം അറിയാം. അവർക്ക് നാക്കെടുത്ത് പറയാൻ അറിയത്തില്ലെന്നൊരൊറ്റ കാരണമേ പരമാത്മാവായ ഭഗവാൻ കൊടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്കറിയാം. ഇപ്പം ഈ മൃഗങ്ങളോടുള്ള കരുതൽ വരുമ്പോൾ അവരുടെ എന്തെല്ലാം അറിവുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ തലമുറ നമുക്ക് മനസ്സിലാക്കി തരുന്നു മൃഗങ്ങൾ ഇത്രയും അറിവുള്ളവരാണെന്ന്. അപ്പോൾ ഒരേ ഒരു കാര്യം മാത്രം, അവർക്കും ഓർമ്മശക്തിയുണ്ട്. നമ്മൾ ഇന്ന് കണ്ട ഒരു നായയാണെങ്കിൽ എന്നെങ്കിലും അവരെ കാണുമ്പോൾ അവരെത്രമാത്രം ആ ഓർമ്മയിലിരിക്കും. അപ്പോൾ അവർക്ക് ഓർമ്മശക്തിയുണ്ട്, എല്ലാം അറിയാം. പക്ഷേ നാക്കെടുത്ത് സംസാരിക്കാൻ മാത്രമേ അവർക്കറിയാതുള്ളൂ. അതെന്ത് കഷ്ടമാണെന്ന് ഞാൻ ആലോചിക്കും ഭഗവാനെ. അതുകൊണ്ടല്ലേ എല്ലാവരും അതിനെയൊക്കെ അറുത്ത് കൊല്ലുന്നതൊക്കെ. അപ്പോൾ ഇവിടെ അവർ ജീവിച്ചെഴുന്നേറ്റ് ഈ പശുക്കളെല്ലാം അപ്പോൾ അത്യാഹ്ലാദത്തോടെ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് ആനന്ദാശ്രുക്കൾ പൊഴിച്ച് അവർ കണ്ണുനീര് സന്തോഷത്താൽ പൊഴിച്ച് മെല്ലെ ശബ്ദം പുറപ്പെടുവിച്ച് എന്തെല്ലാം മൂളിയും നിരങ്ങിയൊക്കെ ചെയ്യും, പാലാട്ടുകയും. എന്തെല്ലാം മൃഗങ്ങൾക്ക് എന്ത് നല്ല സ്നേഹമാണ്. അങ്ങനെ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് ആനന്ദാശ്രുക്കൾ കണ്ണിൽ നിന്നിങ്ങനെ പൊഴിഞ്ഞു മെല്ലെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അങ്ങയുടെ ചുറ്റും ഓടിക്കൂടി നിന്നു. അപ്പം ഇപ്പം തന്നെ നമ്മൾ പലതും കാണുന്നില്ലേ, കുഞ്ഞുങ്ങളുടെ കൂടെ ഈ ആനക്കുട്ടികൾ കളിക്കുന്നതും പശുക്കുട്ടികൾ കളിക്കുന്നതും എന്ത് സ്നേഹത്തോടെയാണ്. അപ്പോൾ ഭഗവാനോട് പിന്നെ പറയണോ? ഭഗവാനല്ലേ ലോകത്തിലെ സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ അറിയിക്കാനും പറഞ്ഞാൽ തീരാത്തവണ്ണുള്ള സ്നേഹം പുറപ്പെടുവിക്കുന്ന ആരാ? പരമാത്മാവല്ലേ. അപ്പോൾ പിന്നെ ഈ മൃഗങ്ങളുടെ കാര്യം പറയണോ? ഭഗവാനോട് കാണിക്കുന്ന സ്നേഹം അത്രമാത്രമാണ്. നമുക്കിനി അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 9. രോമാഞ്ചോയം സർവതോന്വ ശരീരേ ഭൂയസ്യന്ധ കാചിൽ ആനന്ദമൂർച്ഛ ആശ്ചര്യോയം ശ്വേളവേഗോ മുകുന്ദേതി ഉക്തോ ഗോപൈർ നന്ദിതോ വന്ദിതോ ഭൂ. രോമാഞ്ചോയം സർവതോ ന ശരീരേ ഭൂയസ്യന്ത കാചിത് ആനന്ദമൂർച്ഛ ആശ്ചര്യോയം ശ്വേളവേഗോ മുകുന്ദേതി ഉക്തോ ഗോപൈർ നന്ദിതോ വന്ദിതോ ഭൂ. ഈ കുഞ്ഞുങ്ങൾ ജീവിച്ചെഴുന്നേറ്റ ഗോപന്മാർക്ക് രോമാഞ്ചവും മനസ്സിൽ പരമാനന്ദ അനുഭൂതിയും ഉണ്ടായ കാര്യം ഗോപന്മാർ ഭഗവാനോട് പറഞ്ഞു, കൃഷ്ണനോട് പറഞ്ഞു. കാരണം ഇവർക്കറിയില്ലല്ലോ, ആദ്യമായിട്ടാണല്ലോ ഈ ഒരു അനുഭൂതി അവർക്കുണ്ടാകുന്നത്. ഇദ്ദേഹം മേലാകെ കോരിത്തരിച്ച് അനുഭൂതി എന്താ പറയുക, അതിന് പറയാൻ എന്തെന്ന് പറയാം, അത്രമാത്രം ആനന്ദ നിർവൃതി അവർ ഇങ്ങനെ ഉണർന്നെഴുന്നേറ്റപ്പോൾ കിട്ടിയൊരു അനുഭൂതിയാണ്. അത് ഭഗവാനോട് പറഞ്ഞു, കണ്ണനോട് പറഞ്ഞു. അവർ വിചാരിച്ചത് എന്താണെന്നറിയാമോ? വിഷത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഈ അനുഭവം എന്നാണ്. അവർക്ക് അതിന് മുമ്പ് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇത് വെള്ളം കുടിച്ചപ്പോഴാണ് ഇങ്ങനെ ഉണ്ടായത്, അത് വിഷം ആണെന്ന് ഭഗവാൻ കണ്ണൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതുകൊണ്ടായിരിക്കും, ആ വിഷത്തിൻ്റെ എന്തോ ഒരു പവറായിരിക്കും എന്നവർ കരുതി. അങ്ങനെ ഈ അനുഭവം ഇങ്ങനെ ഉണ്ടായത്, അതായത് പരമാനന്ദ അനുഭൂതിയും. എങ്കിൽ പിന്നെ എന്നും ഈ വിഷവെള്ളം കുടിച്ചാൽ അവൻ എന്തൊരു അനുഭൂതിയായിരിക്കും. അപ്പോൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പോയി, ഈ പരമാനന്ദാനുഭൂതിയും ഈ ഒരു നിർവൃതിയെല്ലാം ഇങ്ങനെ വന്നത് ഈ വെള്ളം കുടിച്ചിട്ടായിരിക്കും ഈ രോമാഞ്ചമൊക്കെ ഇങ്ങനെ ഉണ്ടായതെന്ന് അവർ വിചാരിച്ചത്. വിഷത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഈ അനുഭവം എന്നാണ് അത് അവരറിഞ്ഞില്ലല്ലോ. അപ്പോൾ അത് എന്താ സംഭവം എന്ന് അവരിങ്ങനെയാണ് കരുതിയത്. അതിൽ ആശ്ചര്യം കൂറി, ഭഗവാനെ കണ്ണ, എൻ്റെ ദേഹം മൊത്തം നോക്ക്, രോമാഞ്ചം എഴുന്നേൽക്കുന്ന കണ്ടില്ലേ, ഒരു പ്രത്യേക ഒരു അനുഭൂതി കണ്ടില്ലേ കണ്ണ, ഇത് നോക്ക്, ആ വെള്ളം കുടിച്ചുകൊണ്ട് എന്തൊരു ആനന്ദം എന്നൊക്കെ കുട്ടികൾ അറിയാതെ ഭഗവാൻ എന്ന് പറയുവാണ്. അതിൽ ആശ്ചര്യം കൂറി, അതിൽ വലിയ സന്തോഷവും ആശ്ചര്യവും അത്ഭുതവും വന്നിട്ട് കൃഷ്ണനെ അങ്ങനെ അഭിനന്ദിക്കുകയും സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്തു. എന്തായാലും നന്നായിരിക്കുന്നു കൃഷ്ണ, എന്ത് നല്ല രസമായത് ഈ അനുഭൂതി, നമുക്ക് എപ്പോഴും ഈ
വെള്ളം കോരി കുടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ കുട്ടികൾക്ക് അറിയില്ല ഭഗവാന്റെ ആ വീക്ഷണം, ആ നോട്ടത്തിൽ, ആ കൃപയോടുകൂടി ആ അമൃത് അങ്ങോട്ട് ഒഴുകിയതാണെന്ന്, കണ്ണിൽ കൂടി പോയതാണെന്നും കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. ഭഗവാൻ അവിടെ പറഞ്ഞ് അറിയിക്കാനും പറ്റത്തില്ലല്ലോ, അങ്ങനെ അവർക്കത് അറിയില്ലല്ലോ, കുഞ്ഞുങ്ങൾക്ക് അതിനെപ്പറ്റി പറഞ്ഞാൽ. അതുകൊണ്ട് അവിടെ അവർ ചിന്തിച്ചു ഇത് ആ വെള്ളം കുടിച്ചുകൊണ്ടുണ്ടായ ഒരു അനുഭൂതിയാണെന്ന്. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 10. ഏവം ഭക്താൻ മുക്തജീവാൻ അപിത്വം മുക്താപാങ്കൈർ അസ്തരോഗാൻ തനോഷി താദൃഗ്ഭൂതസ്പീതകാരുണ്യഭൂമാ രോഗാൽപായ വായുഗേഹാധിനാഥ. ഏവം ഭക്താൻ മുക്തജീവാൻ അപിത്വം മുഗ്ധാപാങ്കൈർ അസ്തരോഗാൻ തനോഷി താദൃഗ്ഭൂതസ്പീതകാരുണ്യഭൂമാ രോഗാൽപായ വായുഗേഹാധിനാഥ. ഇതെല്ലാം വർണ്ണിച്ചിട്ട് ഭഗവാനോട് പറയുന്നു ഭട്ടതിരിപ്പാട്, ഭഗവാനേ ഗുരുവായൂരപ്പ, അങ്ങ് തൻ്റെ ഭക്തന്മാർ മരിച്ചു പോയിട്ടും അങ്ങയുടെ അമൃതവീക്ഷണങ്ങളാൽ അവരെ ജീവിപ്പിക്കുന്നു. ഇപ്രകാരം മുഗ്ധമായ കടാക്ഷത്താൽ രോഗം നീക്കി മോചിപ്പിക്കുന്നു, പലരെയും ഇങ്ങനെ രക്ഷിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെയും പശുക്കളെല്ലാം വിഷത്തിൽ നിന്നും രക്ഷിച്ചു ജീവിപ്പിച്ചു, അമൃത് കൊടുത്തു, എല്ലാം ചെയ്തു മോചിപ്പിക്കുന്നു, രോഗങ്ങളെല്ലാം മാറ്റിക്കൊടുക്കുന്നു. അത്ര കാരുണ്യമുള്ള ഭഗവാനേ, അങ്ങ് എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. നമ്മളും ഇത് ചിന്തിക്കണം. ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ഭഗവാൻ എന്താണ് അസാധ്യം? നമ്മുടെ കാര്യങ്ങൾ ഇതുപോലെ പറയണം, നമ്മൾ ഇതുപോലെ ഭഗവാനെ അഭയം പറയണം. അപ്പോഴാണ് ഭഗവാൻ കേൾക്കുന്നത്. യഥാർത്ഥമായി പറയണം, എന്നാലേ നമ്മുടെ ഉള്ളം അങ്ങ് തുറന്ന് ഭഗവാനോട് അഭയം പറയുമ്പോൾ എന്ത് കാര്യവും ഭഗവാൻ സാധിച്ചു തരും. അത് അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.